നമ്മൾ ഒരു പ്ലാന്റ് നഴ്സറി പോയി ഒരു പുതിയ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗാർഡൻ സ്പേസ് തന്നെയാണ്. അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രദേശത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ. ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളൊരു പുതിയ പ്ലാന്റ് നമ്മുടെ കളക്ഷനിലേക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഗാർഡൻ സ്പേസ് കൂടുതൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണോ അതോ ഷെയ്ഡഡ് ഏരിയ ആണോ, അതിനനുസരിച്ച് വേണം നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യാൻ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആണോ എന്നും അതുപോലെ തന്നെ നല്ല വെൽ റൂട്ടഡ് ആണോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ലീവ്സിലൊക്കെ വല്ല പെസ്റ്റോ അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്കോ ഉണ്ടോ എന്നും കൂടി നോക്കുക. കാരണം അങ്ങനെയുള്ള പ്ലാന്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിലെ ഡിസീസസ് മറ്റുള്ള നമ്മളെ വീട്ടിലുള്ള പ്ലാന്റ്സിനും കൂടി പകരാനിടയാവും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി പ്ലാന്റ് വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്ലാന്റ് റീപോർട്ട് ചെയ്യാതിരിക്കുക. ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ആ പ്ലാന്റിനെ ഒന്ന് പൊരുത്തപ്പെടാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കണം. ഇനി കൂടുതൽ ഗാർഡനിങ് ടിപ്സ് ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, താങ്ക് യു.